ഗ്രാമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ശ്രീദാസിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോണിന് ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ ധാരാളം രേഖകൾ ഹാജരാക്കാൻ പറയുന്നുണ്ട്. കടയുടെ ലൈസൻസ്, വാടക ചീട്ട്, ആധാർ, പാൻ കാർഡ്, പ്രൊജക്ട് റിപ്പോർട്ട് എന്നിവയാണ് അവർ പറയുന്ന രേഖകൾ. ഈ പറയുന്ന രേഖകൾ ഹാജരാക്കിയാലും ചില ബാങ്കുകൾ മുദ്രാ ലോൺ തരുന്നതിന് മടി കാണിക്കുന്നുണ്ട്. ആയതിനാൽ രേഖകൾ സഹിതം മുദ്രാ ലോണിന് അപേക്ഷിച്ചിട്ടും വായ്പ ലഭിക്കുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും പരാതി കൊടുക്കുവാൻ സാധിക്കുമോ? കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എവിടെയാണ്, എങ്ങനെയാണ് പരാതി നൽകേണ്ടത്? മുദ്രാ ലോൺ സംബന്ധിച്ച ഈ കത്തിലെ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു ഫെഡറൽ ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ KI വർഗീസ്. ശ്രീദാസ് മുദ്രാ ലോണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മുദ്രാ ലോൺ ചെറുകിട സൂക്ഷ്മ സംരംഭകരെ ഉദ്ദേശിച്ച് 2015 ഏപ്രിൽ മാസം 8-ാം തീയതി ഇന്ത്യയുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന പേരിൽ അറിയപ്പെടുന്ന വായ്പാ പദ്ധതി. അത് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിങ്ങിലും ട്രേഡിങ്ങിലും സർവീസസിലും ഉള്ള വിഭാഗത്തിലുള്ള ആളുകൾക്കാണ്. കൂടാതെ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പ 4 വിഭാഗത്തിൽപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശിശു സ്കീമാണ്. ശിശുവില് വായ്പയായി ലഭിക്കുക 50,000 രൂപ വരെയാണ്. അതിന് മുകളിലുള്ള സ്കീം കിഷോർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 50,001 മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പകളാണ് കിഷോർ വിഭാഗത്തിൽ പെടുന്നത്. 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം വരെയുള്ള വായ്പകൾ തരുൺ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം രൂപ വരെ തരുൺ പ്ലസ് എന്ന സ്കീമിലാണ് അറിയപ്പെടുന്നത്. ശിശു വിഭാഗത്തിൽ വായ്പ എടുക്കുമ്പോൾ മാർജിൻ മണിയായിട്ട് ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല. അതായത് നിങ്ങളുടെ ആവശ്യം 50,000 രൂപയാണെങ്കിൽ 50,000 രൂപയും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കും. എന്നാൽ കിഷോറും തരുണും സ്കീമുകളിൽ ആകുമ്പോൾ, അതായത് 50,000 മുകളിൽ 20 ലക്ഷം വരെയുള്ളതിന് ബാങ്കുകൾ 20% മാർജിൻ മണി ചോദിക്കാറുണ്ട്. മാർജിൻ മണി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഒരു 20,000 രൂപ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. 80,000 രൂപയായിരിക്കും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്കീം. പിന്നെ വായ്പ കാലാവധി വായ്പയായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ വായ്പയായിട്ടും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പയുടെ കാലാവധി 5 ലക്ഷത്തിൽ വരെയുള്ള വായ്പയുടെ കാലാവധി 5 വർഷമായിരിക്കും. അതിന് 6 മാസം മൊറട്ടോറിയം പീരീഡ് ലഭിക്കുന്നതാണ്. 5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്ക് 7 വർഷം വരെ കാലാവധി ഉണ്ടായിരിക്കും. അതിന് 12 മാസം മൊറട്ടോറിയം പീരീഡും ലഭിക്കുന്നതാണ്. പിന്നെ നോക്കേണ്ടത് ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കൊടുക്കേണ്ട രേഖകൾ: 1, നിങ്ങളുടെ ഐഡന്റിറ്റിയും അഡ്രസ്സും പ്രൂവ് ചെയ്യാനുള്ള ആധാറിന്റെ കോപ്പി, പാനിന്റെ കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പി, വോട്ടർ ID മുതലായ രേഖകൾ ബാങ്കിൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട ലൈസൻസിന്റെ കോപ്പി, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷന്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള സ്ഥലത്തല്ല സംരംഭം നടത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന്റെ ലീസ് ഡീഡിന്റെ കോപ്പി കൊടുക്കേണ്ടി വരും. പിന്നെ ഫൈനാൻഷ്യൽ റെക്കോർഡായിട്ട് കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത ഇൻകം ടാക്സിന്റെയും കോപ്പി കൊടുക്കേണ്ടി വരും. കൂടാതെ പ്രോജക്ട് ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് പ്രോജക്റ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രോജക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന പ്രോജക്റ്റ് വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ വായ്പ എടുത്ത് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി ആ വരുമാനത്തിൽ നിന്ന് വായ്പ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ബാങ്കിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് വാങ്ങിക്കുന്ന മെഷീനറിയും അതുപോലെ തന്നെ മറ്റ് ഫർണിച്ചർ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കൊട്ടേഷൻ അതിനോടൊപ്പം കൊടുക്കേണ്ട
ആവശ്യകതയുണ്ട്. പിന്നെ ഈ വായ്പ വർക്കിംഗ് ക്യാപിറ്റൽ ലോണായിട്ടും അതുപോലെ തന്നെ ടേം ലോണായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ NBFCകൾക്ക് കൊടുക്കാം, മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഈ വായ്പകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്ക് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായം ആയിരിക്കണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. ഈ വായ്പയ്ക്കുള്ള എലിജിബിലിറ്റി വ്യക്തികൾക്കും അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്ററി കൺസേണും അതുപോലെ തന്നെ പാർട്ണർഷിപ്പിനും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കും ഈ വായ്പ ലഭ്യമാകുന്നതാണ്. ഈ വായ്പ ഇവിടെ അപേക്ഷ വേണമെങ്കിൽ ഈ ഓൺലൈനായിട്ട് ജൻ സമർത്ഥ് പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടലിൽ ചെന്ന് അവിടെ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വായ്പയ്ക്ക് അർഹതയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും അടുത്ത ബ്രാഞ്ച് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. അതുകൂടാതെ തന്നെ ഉദ്യമി മിത്ര പോർട്ടൽ വഴിയും ഇതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചോദ്യകർത്താവ് ചോദിച്ചത് മുദ്ര വായ്പ റിജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത ബാങ്ക് ശാഖയിൽ വായ്പ അപേക്ഷ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ വായ്പ ബാങ്ക് ശാഖയിൽ കെട്ടിക്കഴിഞ്ഞാൽ അവർ 7 ദിവസത്തിനും 10 ദിവസത്തിനും ഉള്ളിൽ ഇതിന്റെ തീരുമാനം എടുക്കണം. ഒന്നുകിൽ വായ്പ അനുവദിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ വായ്പ റിജക്റ്റ് ചെയ്യണം. അങ്ങനെ വായ്പ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശാഖയിൽ നിന്ന് വായ്പ നിരസിക്കുവാനുള്ള കാരണം എന്തെന്ന് രേഖാമൂലം നിങ്ങൾ മേടിക്കണം. ആ കാരണം നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ ആ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലോ അല്ലെങ്കിൽ സോണൽ ഓഫീസിലോ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ ആ ബാങ്കിന്റെ നോഡൽ ഓഫീസർ, അത് അതിന്റെ ഹെഡ് ഓഫീസിൽ ആയിരിക്കും. അപ്പോൾ ആ നോഡൽ ഓഫീസർക്ക് ഈ കാര്യം നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. ആ നോഡൽ ഓഫീസറും ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള അടുത്ത പോംവഴി ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ, റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് ഓംബുഡ്സ്മാന് നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ അത് പരിശോധിക്കും. അങ്ങനെ ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ MSME മുദ്ര ഗ്രീവൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. അവിടെയും നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. സാധാരണ രീതിയിൽ വായ്പകൾ റിജക്റ്റ് ചെയ്യുന്നത് അതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ലോ സിബിൽ സ്കോർ ആയിരിക്കും. അതായത് ക്രെഡിറ്റ് സ്കോർ 650-നും 700-നും ഇടയ്ക്കുള്ളവരെയാണ് സാധാരണ രീതിയിൽ ഈ വായ്പയ്ക്ക് എടുക്കുക. പക്ഷേ നേരത്തെ വായ്പ എടുത്ത് നിങ്ങൾ തിരിച്ചടവിന് മുടക്കൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ വായ്പ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഒന്നും വേണ്ട രീതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും വായ്പകൾ നിരസിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംരംഭം അത് വയബിൾ അല്ല, അത് പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് തോന്നൽ ബാങ്കിനുണ്ടായി കഴിഞ്ഞാൽ അത് ബാങ്ക് റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചടവിനുള്ള കഴിവില്ല എന്ന് തോന്നിയാലും ഒക്കെ വായ്പകൾ നിരസിക്കാം. അങ്ങനെ വായ്പകൾ നിരസിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതെല്ലാം ഏതെങ്കിലും തരത്തിൽ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഏതെല്ലാം രീതിയിൽ അത് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളത് കാണിച്ചിട്ട് വീണ്ടും വായ്പ അപേക്ഷ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ മുദ്രാ ലോൺ ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഈ വായ്പ കൊണ്ട് മേടിക്കുന്ന സാധനങ്ങളല്ലാതെ വേറെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റീസും ഇതിന് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ രീതിയിൽ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരു ജീവന ഉപാധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സ്കീമാണ് മുദ്ര ലോൺ സ്കീം. അപ്പൊ അതുകൊണ്ട് അത് താങ്കൾ പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
ജോലി വാഗ്ദാനത്തിന്റെ പേരിൽ ഏകദേശം 2,40,50,000 രൂപ നഷ്ടപ്പെട്ടതിന്റെ ഒരു പരാതിയാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. UAEയിലുള്ള റേ മൈഗ്രേഷൻ എന്ന ഏജൻസി മുഖേന ലക്സംബർഗ് എന്ന യൂറോപ്യൻ രാജ്യത്തേക്ക് ഓഫീസ് ക്ലർക്ക് വേക്കൻസിയിൽ ഞാൻ അപേക്ഷിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ എന്റെ സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് ഉൾപ്പെടെ പരിശോധിക്കുകയും തുടർന്ന് ഇന്റർവ്യൂ പരിശീലനം നൽകുകയും ചെയ്തു. മലയാളികളാണ് ഇക്കാര്യത്തിന് എന്നെ വിളിച്ചിരുന്നത്. വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയുമാണ് അവർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത്. 2025 ഫെബ്രുവരിയിലാണ് പ്രൊസീജിയറുകൾ തുടങ്ങിയത്. ഫാമിലി വിസയാണ് അവർ ഓഫർ ചെയ്തിരുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ ഇന്റർവ്യൂ നടത്തുകയും എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കുകയും ചെയ്തു. 3 ഘട്ടങ്ങളിലായി 2,40,50,000 രൂപ ഞാൻ അവർക്ക് നൽകുകയും ചെയ്തു. ആദ്യത്തെ 2 പേയ്മെന്റുകൾ എന്റെ SBI ബാങ്ക് അക്കൗണ്ടിൽ നിന്നും UAE എംഷ്രക് അക്കൗണ്ടിലേക്ക് അയക്കുകയും മൂന്നാമത്തെ പേയ്മെന്റ് 2025 ഒക്ടോബർ 15 എന്റെ ഗൂഗിൾ പേയിൽ നിന്നും ജെ നിജാന്തൻ എന്ന അക്കൗണ്ടിലേക്കുമാണ് അയച്ചത്. ഇന്റർവ്യൂ പാസ്സായി എന്നും വിസയ്ക്ക് അപേക്ഷിക്കണമെന്നും പറഞ്ഞിരുന്നു. പൈസ കൈമാറിയതിനു ശേഷം ഏജൻസി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് കുറച്ചു. ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയും ചെയ്യാൻ തുടങ്ങി. UAE നമ്പറിലേക്ക് ഞാൻ പലതവണ വിളിച്ചുവെങ്കിലും അവരുടെ ഭാഗത്തുനിന്നും മറുപടിയൊന്നും ലഭിച്ചില്ല. 2026 ജനുവരി മാസമായിട്ടും മറുപടിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ഞാൻ സൈബർ സെല്ലിൽ പരാതിപ്പെടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതേ തുടർന്ന് കുന്നത്തുനാട് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയും വിശദവിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തയുടൻ ആ ഏജൻസിയുടെ ഹെഡാണ് എന്ന് പറഞ്ഞ ഒരു മലയാളി എന്നെ വിളിക്കുകയും കേസ് പിൻവലിക്കുകയാണ് എങ്കിൽ എഗ്രിമെന്റ് പ്രകാരം 70% തുക റീഫണ്ട് നൽകാമെന്ന് പറയുകയും ചെയ്തു. ഇക്കാര്യം ഞാൻ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും അറിയിച്ചപ്പോൾ കേസ് പിൻവലിക്കണ്ട എന്നും റീഫണ്ട് നൽകിയാൽ പിൻവലിച്ചാൽ മതിയെന്നും അവർ പറയുകയുണ്ടായി. ഇപ്പോൾ 4 മാസമായി കേസിന്റെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അവർ ഏജൻസിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും നിയമപരമായി മുന്നോട്ട് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞുവെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. പണമിടപാടുകൾ നടത്തിയതിന്റെയും എഗ്രിമെന്റ് ചെയ്തതിന്റെ എല്ലാ വിവരങ്ങളുടെ രേഖകളും എന്റെ കയ്യിലുണ്ട്. നഷ്ടമായ തുക തിരിച്ചു കിട്ടുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ. ആയതിനാൽ ഇതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരി ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ്. പരാതി സശ്രദ്ധം വായിച്ചു. 2,40,50,000 രൂപ 3 തവണയായി യൂറോപ്പിലുള്ള രാജ്യത്ത് ജോബ് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഏജൻസി പണമായി ഇത്രയും തുക മേടിച്ചത്. ഇവരായിട്ട് വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻസും ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇതിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെല്ലാം മലയാളികളായിട്ടായിരുന്നു. അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2026 ജാനുവരിയിലാണ് അവസാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിപ്ലൈ ഇല്ലാന്ന് മനസ്സിലാക്കിയത്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം സൈബർ സെല്ലിലാണ് ആദ്യം കംപ്ലൈൻറ്റ് നൽകിയിട്ടുള്ളത്. അതേ തുടർന്ന് UAEയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് ഒരു മലയാളി പരാതി നൽകിയ ആളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 70% കൊടുത്ത തുകയുടെ റീഫണ്ട് നൽകി പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ നാളിതുവരെ ഇതേ തുടർന്ന് തുടർ സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. പരാതിയുടെ ഉള്ളടക്കം ഇതാണ്. എന്നാൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, പരാതി നൽകിയ ആൾ സൈബർ സെല്ലിലല്ല ഈ കാര്യവിവരങ്ങൾ അറിയിക്കേണ്ടത്. മറിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എവിടെയാണോ, നമ്മുടെ വീടിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ എവിടെയാണോ അവിടെ റിട്ടേൺ ആയിട്ട് കാര്യവിവരങ്ങൾ എലാബറേറ്റ് ചെയ്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സ് ആയിട്ടുള്ള പണമിടപാടുകൾ നടത്തിയതിൻ്റെയും എഗ്രിമെൻ്റ് ചെയ്തതിൻ്റെയും വിവരങ്ങൾ അടങ്ങിയ പകർപ്പുകൾ ഹാജരാക്കി എഴുത്ത് പരാതിയിൽ മെൻഷൻ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്യാൻ ആണ് ആവശ്യപ്പെടേണ്ടത്. വായിച്ചിടത്തോളം പരാതിയിൽ ചീറ്റിംഗ് കേസാണ് അട്രാക്ട് ചെയ്യുക. 420 ഒഫൻസ് ആണ് പണ്ടത്തെ IPCയിൽ പറയുന്നത്. എന്നാൽ 2025 ശേഷം നടന്ന സംഭവമായതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 318 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടാം. പരാതി നൽകിയിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ മാത്രം പരാതി നൽകിയ ആൾ താമസിക്കുന്ന വീട്ടുപരിധിയുടെ ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റ് കോടതി എവിടെയാണോ അവിടെ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് വഴി ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയോട് FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാം. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത FIR അന്വേഷണം ആരംഭിക്കുകയും അതോടൊപ്പം പരാതി നൽകിയ ആൾക്ക് സിവിൽ നടപടികൾക്കായി ബഹുമാനപ്പെട്ട സിവിൽ കോടതിയും അപ്രോച്ച് ചെയ്യാവുന്നതാണ്.
ഇനി മൂന്നാമത്തെ പരാതി ചേർത്തലയിൽ നിന്നും മുരളിയുടേതാണ് പരാതി എന്താണെന്ന് നോക്കാം. എന്റെ വീടിനടുത്തുള്ള ഒരു വ്യക്തി കൃഷി ചെയ്യുന്ന പാടം നികത്തി റിസോർട്ട് പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചതിനെ തുടർന്ന് എഴുപുന്ന വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അവിടെ നിന്നും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടും ഈ വ്യക്തി ഇപ്പോഴും റിസോർട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്. ഒരു ശ്രോതാവ് ചോദിക്കുന്നത്, കൃഷി ചെയ്യുന്ന നിലം നികത്തി അവിടെ ഒരു റിസോർട്ട് പണിത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും അത് വകവയ്ക്കാതെ റിസോർട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ എന്ത് ചെയ്യാമെന്നതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിയമം ഈ ശ്രോതാവിനെ സഹായിക്കാതിരിക്കില്ല. ആദ്യം തന്നെ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കും RDO തുടർന്ന് ജില്ലാ കളക്ടർക്കും പരാതി നൽകാം. കൃഷിഭൂമി അനധികൃതമായി നികത്തിയിട്ടുണ്ടെങ്കിൽ കേരള പാടശേഖര തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരവും മറ്റ് ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രകാരവും നടപടി ആവശ്യപ്പെടാൻ സാധിക്കും. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണമോ റിസോർട്ടിന്റെ പ്രവർത്തനങ്ങളോ തുടരുകയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത്തരം സാഹചര്യത്തിൽ ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനും നിയമം അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള പരാതികളിൽ വികാരപരമായി പ്രതികരിക്കുന്നതിനേക്കാൾ ആവശ്യമായ രേഖകൾ ശേഖരിച്ച് ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുകയും ആവശ്യമെങ്കിൽ കോടതിയുടെ സഹായം തേടുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദമായ നിയമപരമായ മാർഗം. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.